ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സഹായമാകുന്ന പുതിയ ഫീച്ചറുമായി ഗൂഗിൾ ക്രോം പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നീ വിവരങ്ങളും ഇനി ക്രോം ഓട്ടോഫിൽ ചെയ്യും. ഗൂഗിൾ ക്രോമിൽ ഇപ്പോൾ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന രജിസ്ട്രേഷൻ തുടങ്ങിയ സുപ്രധാന രേഖകളുടെ വിവരങ്ങൾ ഓട്ടോഫിൽ ചെയ്യാൻ കഴിയുന്ന പുതിയ ഫീച്ചർ അവതരിപ്പിച്ചു. വെബ്സൈറ്റുകളിൽ ഫോമുകൾ പൂരിപ്പിക്കുമ്പോൾ ഉപഭോക്താക്കളുടെ സമയം ലാഭിക്കാനാണ് ക്രോം ഓട്ടോഫിൽ ഫീച്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതുവരെ പേര്, വിലാസം എന്നിവയായിരുന്നു ഓട്ടോഫിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന രജിസ്ട്രേഷൻ തുടങ്ങിയ സർക്കാർ നൽകുന്ന തിരിച്ചറിയൽ രേഖകളുടെ വിവരങ്ങളും സുരക്ഷിതമായി സേവ് ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ ഓട്ടോമാറ്റിക്കാക്കി പൂരിപ്പിക്കാനും സാധിക്കും. നിങ്ങൾ അനുമതി നൽകുമ്പോൾ മാത്രമേ ക്രോം ഓട്ടോഫിൽ ഡാറ്റ സംരക്ഷിക്കുകയുള്ളൂവെന്നും ബ്രൗസർ ഈ വിവരങ്ങൾ എൻക്രിപ്ഷൻ വഴി സംരക്ഷിക്കുമെന്നും ഗൂഗിൾ വ്യക്തമാക്കി. ഓട്ടോഫിൽ ചെയ്യുന്നതിനു മുമ്പ് ഉപഭോക്താവിന്റെ പാസ്വേഡോ മറ്റ് സുരക്ഷാ പരിശോധനകളോ ആവശ്യപ്പെടും. ക്രോമിന്റെ സെറ്റിംഗ്സിലെ പേയ്മെന്റ് മെത്തേഡ്സ് ആൻഡ് അഡ്രസ്ഡ് എന്ന ഭാഗത്ത് ഇതിനായുള്ള പുതിയ വിഭാഗമുണ്ടാകും. അവിടെ ഉപഭോക്താക്കൾക്ക് അവരുടെ രേഖകളുടെ വിവരങ്ങൾ ചേർക്കാൻ കഴിയും. AI ബ്രൗസറുകളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പുതിയ പ്രഖ്യാപനം. ഗൂഗിൾ AI പ്രോ, ഗൂഗിൾ AI അൾട്രാ സബ്സ്ക്രൈബർമാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന ജെമിനി ഇൻ ക്രോം US-ലെ എല്ലാ മാക്, വിൻഡോസ് ഡെസ്ക്ടോപ്പ് ഉപഭോക്താക്കൾക്കും ലഭ്യമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മോട്ടറോളയുടെ ഏറ്റവും പുതിയ പ്രീമിയം സ്മാർട്ട് ഫോണായ മോട്ടറോള എഡ്ജ് 70 പുറത്തിറങ്ങി. അത്യുഗ്രൻ ഫോട്ടോഗ്രാഫി ഫീച്ചറുകളുമായി പുറത്തിറങ്ങിയ ഫോണിന് ഏകദേശം 81,000 രൂപയാണ് വില. അതിശയിപ്പിക്കുന്ന ഫോട്ടോഗ്രാഫി ശേഷി, പ്രത്യേകിച്ച് 50 മെഗാപിക്സൽ സെൽഫി ക്യാമറ എന്നിവയാണ് ഈ മോഡലിന്റെ പ്രധാന ആകർഷണം. ഈ ഫോൺ മികച്ച പ്രീമിയം അനുഭവം ഉപഭോക്താക്കൾ നൽകുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. സ്നാപ്ഡ്രാഗൺ 7 Gen 4 ചിപ്സെറ്റ് നൽകുന്ന ഒരു സ്ലിക് ഫോണാണിത്. 6.67 ഇഞ്ച് ഫോൾഡ് ഡിസ്പ്ലേയും 50 മെഗാപിക്സൽ സെൽഫി ക്യാമറയും ഇതിലുണ്ട്. 68 വാട്ട്സ് വയർഡ് ചാർജിംഗും 15 വാട്ട്സ് വയർലെസ് ചാർജിംഗും പിന്തുണയ്ക്കുന്ന 4500 mAh സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് എഡ്ജ് 70 കരുത്തു പകരുന്നത്. 12 GB റാമും 512 GB സ്റ്റോറേജും മോട്ടറോള ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 16 പ്രവർത്തിക്കുമ്പോൾ 2031 ജൂൺ വരെ സുരക്ഷാ അപ്ഡേറ്റുകൾ നൽകുമെന്ന് കമ്പനി ഉറപ്പു നൽകുന്നു. ഫോട്ടോഗ്രാഫിയെ ഇഷ്ടപ്പെടുന്നവരെ തൃപ്തിപ്പെടുത്താനാണ് എഡ്ജ് 70 ക്യാമറ സജ്ജീകരണം. പിന്നിൽ OIS പിന്തുണയുള്ള 50 മെഗാപിക്സൽ പ്രൈമറി റിയർ ക്യാമറയും 50 മെഗാപിക്സൽ അൾട്രാവൈഡ് ക്യാമറയും നൽകിയിരിക്കുന്നു. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത മുന്നിലുള്ള 50 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. സെൽഫികൾക്കും വിവിധ വീഡിയോ കോളുകൾക്കും ഇത് മികച്ച ക്ലാരിറ്റി ഉറപ്പാക്കുന്നു. മോട്ടറോളയുടെ പ്രശസ്തമായ തിങ്ക് ഷീൽഡ് സുരക്ഷാ സംവിധാനവും ഫോണിൽ ഉൾപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തിരിച്ചുവരവ് ഗംഭീരമാക്കാനൊരുങ്ങി ടാറ്റ സിയറ. ടാറ്റ മോട്ടോഴ്സിന്റെ ഐക്കണിക് SUV സിയറ നവംബർ 25 പുറത്തിറങ്ങും. പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് എന്നിങ്ങനെ 3 വ്യത്യസ്ത പവർ ട്രെയിൻ ഓപ്ഷനുകളാണ് പുതിയ സിയറ ലഭ്യമാക്കുക. ഇന്ത്യൻ വാഹനപ്രേമികൾക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിച്ച ടാറ്റ മോട്ടോഴ്സിന്റെ ഐക്കണിക് SUV ആയ സിയറ തിരിച്ചുവരവിനൊരുങ്ങുന്നു. 2025 നവംബർ 25 ഈ പുത്തൻ മോഡൽ ഔദ്യോഗികമായി പുറത്തിറങ്ങും. 2025 ഓട്ടോ എക്സ്പോയിൽ ഇതിന്റെ കൺസെപ്റ്റ് മോഡൽ പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇപ്പോൾ ലോഞ്ചിനുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. പുതിയ ടാറ്റ സിയറ പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് എന്നിങ്ങനെ 3 വ്യത്യസ്ത പവർ ട്രെയിൻ ഓപ്ഷനുകളിലാണ് ലഭ്യമാകുക. തുടക്കത്തിൽ പെട്രോൾ, ഡീസൽ എന്നിങ്ങനെയുള്ള ICE വകഭേദങ്ങൾ മാത്രമേ കമ്പനി പുറത്തിറക്കൂ. പിന്നീട് ഇന്ത്യൻ വിപണിയിൽ ടാറ്റ സിയറ EV അവതരിപ്പിക്കും. മെച്ചപ്പെട്ട പ്രകടനം, ശക്തമായ സുരക്ഷ, ഊർജ്ജ കാര്യക്ഷമത എന്നിവ നൽകുന്ന ടാറ്റ മോട്ടോഴ്സിന്റെ പുതിയ Gen 2 പ്ലാറ്റ്ഫോം സാങ്കേതിക വിദ്യയാണ് ഈ SUV ഉപയോഗിക്കുന്നത്. പുതിയ ടാറ്റ സിയറയെ ഒരു ആഡംബര SUV-യായി അവതരിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, സെൻട്രൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, പാസഞ്ചർ ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ എന്നിവയ്ക്കായി ട്രിപ്പിൾ ഡിസ്പ്ലേ സജ്ജീകരണമാണ് കാറിൽ ഉണ്ടായിരിക്കുക. ഇതിനു പുറമെ പനോരമിക് സൺറൂഫ്, LED ഹെഡ്ലൈറ്റുകൾ, JBL ഓഡിയോ സിസ്റ്റം, വെന്റിലേറ്റഡ് സീറ്റുകൾ തുടങ്ങിയ പ്രീമിയം സവിശേഷതകളും പ്രതീക്ഷിക്കുന്നു. പുതിയ സിയറയുടെ കൃത്യമായ വില ടാറ്റ മോട്ടോഴ്സ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഈ SUV-ക്ക് 14 ലക്ഷം മുതൽ 22 ലക്ഷം രൂപ വരെയായിരിക്കും വില ആരംഭിക്കുകയെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ വിപണിയിൽ മഹീന്ദ്ര സ്കോർപിയോ, ഹ്യുണ്ടായി ക്രെറ്റ എന്നിവയുമായാണ് പുതിയ ടാറ്റ സിയറ മത്സരിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.